ത്രിയേക ദൈവത്തിന് സ്തുതി. 17 ജൂലൈ 3 ഒരു കോടതി വിധി ഉണ്ടായപ്പോൾ അതിനു മുമ്പ് അങ്കലാപ്പോട്ടിരുന്ന നമ്മളൊക്കെ അത്ഭുതത്തോടെ അത് ഉറ്റുനോക്കുകയാണ്. നമുക്ക് മുമ്പ് അതിനേക്കാൾ ആവേശത്തോടെ ഉറ്റുനോക്കിയ ഒരു സംഘം ന്യായാധിപന്മാരുണ്ടെന്നാണ് ബോധ്യം. ആർഷഭാരതത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അത് അരക്കിട്ട് ഉറപ്പിച്ച് നല്ലപോലെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് ആണ് ആ ഉന്നത സ്ഥാനത്തേക്ക് ന്യായാധിപന്മാർ വരുന്നത്. എന്നാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതിന് മുമ്പ് ആർഷഭാരതത്തിൽ അതിസമർത്ഥമായ ജനാധിപത്യപരമായ തലങ്ങൾ മാത്രമല്ല എപ്പിസ്കോപ്പൽ തലങ്ങളും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് അത്ഭുതകരമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ അവസരത്തിൽ ഭാരതത്തിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരതിന് മുമ്പിൽ തലകുനിച്ചു എന്നുള്ളതാണ് സത്യം. അതാണ് നമുക്ക് ബലം നൽകുന്ന ഒരു പ്രധാന സംഗതി. ഈ വിധിക്ക് ശേഷം ഈ മലങ്കര സഭയിലെ ആരെങ്കിലും അസ്വസ്ഥമാകുന്നെങ്കിൽ അത് ആരുടെ കുഴപ്പമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവം ദാനമായി നൽകി അവരിൽ കൂടി സുബോധത്തോടു കൂടി അത്ഭുതകരമായിട്ട് ഒരു വിധി കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിന് തൊട്ട് പിന്നാലെ ഈ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ബാവ തിരുമേനി അത് സുന്ദരമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇത് സഭയിൽ സമാധാനത്തിന് വേണ്ടിയാണ്. എല്ലാവരും ഒരുമിച്ച് വരണം, ഒരു കൊടിക്കീഴിൽ അണിനിരക്കണം. പരിശുദ്ധ സുന്നോദോസ് അതിനുശേഷം സമ്മേളിച്ച അവസരത്തിൽ ഇത് അതിനുശേഷമുള്ള ചില പ്രത്യേകമായ സാഹചര്യങ്ങളും കൂടെ അയവിറക്കിക്കൊണ്ട് ഈ കൽപ്പനയെ വളരെ ശക്തമായിട്ട് അനുകൂലിക്കുകയും അത് നമ്മുടെ ഒരു മാഗ്നാക്കാട്ട പോലെ ആദരവോടെ സ്മരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഗുരുജിയെ പിൻപറ്റിക്കൊണ്ട് ഞാനൊരു സംഭവം പറയാം. ഈ സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിൽ ഭാരതം വളരെ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കടന്നുപോയത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും നേരെ നിന്ന് പടപൊരുതുന്ന ഒരവസരം. ആ അവസരത്തിൽ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനകത്ത് ചില സമ്മേളനങ്ങളിൽ ചില ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ക്രമീകരിച്ചു. ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷവും വളരെ വിമർശനാത്മകമായിട്ട് ചിന്തിച്ചെങ്കിലും ഞങ്ങൾ നിർബന്ധിതമായി അന്നത്തെ RSSൻ്റെ നേതൃത്വത്തെ ഒന്ന് കാണണമെന്ന് വളരെ വിപുലമായ രക്ഷാസന്നാഹങ്ങളോടുകൂടിയാണ് ഞങ്ങളെ അവർ എതിരേറ്റത്. നാഗ്പൂരിൽ RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ച മീറ്റിങ്ങാണ്. ഇങ്ങനെ ഒരു ദീർഘമായ നിരയുണ്ട്. ഫേസ് ടു ഫേസ് ഇരിക്കുകയാണ് 10-20 പേര് വീതം. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രതിനിധികൾ 10-20 പേരുണ്ട്. മറുവശത്ത് RSSൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ. അന്നത്തെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ചെന്ന് കൂപ്പുകൈകളോടുകൂടി ഡോക്ടർ സുദർശനെ അഭിവാദനം ചെയ്തു. ഞാൻ പറഞ്ഞു, ഐ ആം മാർ കൂറിലോസ് ഫ്രം ദി ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്. അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് എഴുന്നേറ്റ് ഹസ്തദാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, യു ആർ ദി ഒഫീഷ്യൽ നാഷണൽ ചർച്ച് ഓഫ് ഇന്ത്യ. ഇപ്പോഴും എൻ്റെ കോരിത്തെരിപ്പ് തീർന്നിട്ടില്ല. ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റോ ആർഷഭാരതത്തിൽ വിവരമുള്ളവർ എടുത്തിരിക്കുന്ന നിലപാടോ മലങ്കര സഭയിലെ നമ്മൾ വൈദികരും വിശ്വാസികളും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഒരു തമാശ പറഞ്ഞിട്ടല്ല മലങ്കര സഭയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ലോകപ്രസിദ്ധരായിട്ടുള്ള ആളുകൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് മലങ്കര സഭ എന്താണെന്ന് അറിയാം. മലങ്കര സഭയുടെ മക്കൾക്ക് നമ്മുടെ വലിപ്പം ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് എൻ്റെ ബോധ്യം. നമ്മുടെ നിഴലിനെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് സുബോധം നഷ്ടപ്പെട്ട വിവരം കെട്ട പരിപാടികൾ നടത്തണമെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ ദൈവം തന്നിരിക്കുന്ന വലിയ നിധിയാണ്. പരിശുദ്ധ ബാവ തിരുമേനിയും അതിനുശേഷം MO ജോൺ അച്ഛനും ഇപ്പം പരാമർശിച്ചല്ലോ. വളരെ വിചിത്രമായ ചില വ്യക്തികൾ വളരെ വൈകൃതമായിട്ടുള്ള ഭാഷയിൽ ഈ മലങ്കര സഭയെ കൊഞ്ഞനം കാട്ടുമ്പോൾ നമ്മൾ ഭീതി പൂണ്ട് ചലിക്കുവാനുള്ളവരല്ല, ധൈര്യപൂർവ്വം നിൽക്കേണ്ടവരാണ്.
ഞാൻ ഈ നായ്ക്കളെ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മുറിയിൽ നിന്നാൽ ഒരു കാലത്ത് അതിൻ്റെ പുറകിൽ കൂടി പോകുന്ന പാതയിൽ ആളുകൾ ധാരാളം പേര് നടന്നു പോകുന്നതാണ്. ഇപ്പം മരങ്ങളൊക്കെ വളർന്നുകൊണ്ട് കുറച്ച് പ്രയാസം. വലിയ അൽസേഷനോ ലാബ്രഡോർ പോലുള്ള പട്ടികളോ യജമാനന്മാരുടെ കൂട്ടത്തിൽ നടക്കും. കില്ലപ്പട്ടികൾ പുറകെ നിന്ന് കുരയ്ക്കും. ഈ പട്ടി അനങ്ങുകയില്ല. ശല്യം വഹിക്കാതാകുമ്പം ഒന്ന് തിരിഞ്ഞു നോക്കും. കില്ലപ്പട്ടി മൈലുകൾക്ക് അപ്പുറം പോയി കഴിഞ്ഞിരിക്കും. മലങ്കര സഭയ്ക്ക് അഭിമാനകരമായിട്ട് ലഭിച്ചിരിക്കുന്ന ചിലതിനെക്കുറിച്ച് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വളരെ വിനയത്തോടെ ഇത് ദൈവം കൈക്കുമ്പിളിൽ ദാനമായി നൽകിയതാണെന്ന് ബോധ്യപ്പെട്ട് ഇന്ന് പരാമർശിച്ച പിതാക്കന്മാരും മാർത്തോമാ ശ്ലീഹായുടെ മുതലുള്ള കണ്ണുനീര് ഈ മണ്ണിൽ വീണതിൻ്റെ ഫലമായിട്ട് കണ്ണു തുറന്ന് കൈമാറിയ കൃപകളുടെ സമൃദ്ധിയാണ് ആർഷഭാരതത്തിലെ ഔദ്യോഗികമായിട്ടുള്ള മലങ്കര സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണം. വിനയപൂർവ്വം ദൈവത്തിന് സ്തോത്രം പാടാൻ സാധിക്കണം. നിഴലിനെ കണ്ട് ഭയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വല്ലതുമൊക്കെ വല്ലവരും പറയുന്നതിൻ്റെ പിന്നോക്കം നിൽക്കേണ്ട കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട ചില ദേവാലയങ്ങളിൽ നിന്ന് ഓർത്തഡോക്സ് ലിസ്റ്റിൽ ഇല്ല എന്ന് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്ന തലങ്ങളിൽ നിന്ന് വളരെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഈ സമ്മേളനത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അഭിമന്യ പ്രസിഡന്റ് തിരുമേനി, അധ്യക്ഷൻ തിരുമേനി പരാമർശിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ടുകൂടി ഞാൻ പറയുന്നത്. കാലം മാറേണ്ടതും മാറ്റേണ്ടതുമായിട്ടുള്ള ഒരു വലിയ ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം. സുബോധത്തോടുകൂടി, ധൈര്യപൂർവ്വം, പ്രത്യാശയോടുകൂടി ദൈവത്തിൽ ശരണപ്പെട്ട് ഈ നോമ്പിൽ 40 പ്രാവശ്യം ആവർത്തിച്ച് കുമ്പിടുന്ന ആ സംസ്കാരത്തിൽ തുടർന്ന് പെസഹായ്ക്കും രക്ഷകനായ മിശിഹാ തമ്പുരാൻ്റെ പങ്കപ്പാടിനും ഉയർത്തെഴുന്നേൽപ്പിനും സാക്ഷ്യം വഹിക്കുവാനും അതിൻ്റെ ഭാഗഭാക്കുകളാകുവാനും അതിൽ കൂടിയുള്ള കൃപകൾ സ്വീകരിക്കുവാനും അവിടെ ഈ സഭയെ അർത്ഥപൂർണമായി സമർപ്പിക്കാനും സാധിച്ചാൽ ഇവർ ഈ സിദിയൻ ബാവായും മറ്റു പിതാക്കന്മാരുമൊക്കെ നേടിയ കൃപകൾ ഈ കാലഘട്ടത്തിലും സഭയുടെ പരമോന്നത തലങ്ങളിലൊക്കെ എല്ലാ ചെറിയ തലങ്ങളിൽ പോലും സമൃദ്ധമായിട്ട് സ്വീകരിക്കുവാനുള്ള ദൈവകൃപയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് എന്ന് വിനയപൂർവ്വം ഞാൻ വിശ്വസിക്കുന്നു. അതിനനുസരിച്ചുള്ള ഒരു അനുഭവത്തിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നും ഈ പിതാക്കന്മാരുടെ നവതിയും ഈ ദേവാലയത്തിൻ്റെ ജൂബിലിയും ഒക്കെ പുതിയ മാനത്തേക്ക്, പ്രത്യേകമായ ശ്രദ്ധേയമായിട്ടുള്ള സന്ദേശത്തേക്ക്, ഒരിക്കലും പാടാത്ത പുഷ്പങ്ങളായി നിൽക്കുവാനുള്ള ശോഭയേറിയ നാളുകളിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്നുള്ള എളിയ പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ.